കാർഗോ കാർഗോ, ഇതാണ് കാർഗോ. ഞാൻ പറഞ്ഞില്ലേ അതും കൂടെ ഉള്ളു സാറേ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയാണ്. സാധാരണ നമ്മൾ ഗുരുവായൂരപ്പനിലാണ് പോണത്. പക്ഷെ ഇന്ന് നമ്മൾ നമ്മ വീട്ടിൽ ചായയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഗാന്ധാരി അമ്മൻ കോവിൽ. അവിടെ നിന്നിട്ട് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് നമ്മ വീട്ടിൽ ചായ. പാർവതിയോ ചായ കുടിക്കാൻ പോകും. ഗ്രിഫിക്സ് ഉണ്ട്, അജീഷ് ഉണ്ട്, വിഷ്ണു ഉണ്ട്, പാർവതി ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. എന്താ ബോയ്സ് ഹോസ്റ്റലാണോ ഇഷ്ടം? അകത്ത് ഗേൾസ് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ആണോ? അല്ല, ഞാൻ പഠിച്ചതിന് തൊട്ട് ഓപ്പോസിറ്റ്. ഇതാണ് നമ്മ വീട്ടിൽ ചായ. ഇവിടെ സ്പെഷ്യൽ കോംബോ ഉണ്ട്, വാങ്ങിച്ചു തരുമോ? 79 രൂപ. 2 കോംബോ 79 രൂപയ്ക്ക് 4 ബ്രെഡും സ്റ്റൂവും, ചിക്കൻ സ്റ്റൂ. ഇവിടെ നമ്മ വീട്ടിൽ ചായയിൽ വന്ന ഉടനെ തന്നെ ബട്ട്ലർ ബണ്ണ ബട്ടർ ബണ്ണ ചേട്ടാ. അത് എഴുതിക്കുന്ന പ്രശ്നമല്ല, നമുക്ക് വായിക്കാറിയാത്തതിന്റെ പ്രശ്നമാണ്. ആണല്ലേ? അതെ. ഒരെണ്ണം കൂടെ എടുക്കോ? നമ്മള് സാൻഡ്വിച്ച് എടുക്കുകയാണേ. അതിന്റെ ഒരു ടെക്സ്ചർ ഉണ്ടായിരുന്നു. ക്യാമറ മേടിക്കണ്ടായിരുന്നു ടെക്സ്ചർ. 4 ചായ, അതിൽ ഒരെണ്ണം ലൈറ്റ്, ഒരെണ്ണം വിത്തൗട്ട്, പിന്നെ ഒരു കട്ടൻ ചട്ടം. ഇങ്ങനെ എടുത്തിട്ട് മോനെ ഇന്നെടുക്കണ്ട. നിൽക്കാൻ പറ്റുന്നില്ല. നോക്കിയാണോ എടുക്കണ നോക്കിയാണ് ചാണകന്റെ പ്രശ്നം. കൊടുക്കണ്ടായിരുന്നു. നിങ്ങൾ ക്യാമറ മാറ്റിക്കുന്ന പൈസത്തായിട്ട് കഴിക്കാറുള്ളത്. ഇത് കടി കടി സാൻഡ്വിച്ചിന്റെ ആണോ? അത് 2 വെച്ചാൽ നന്നായി ചേട്ടാ, അല്ലെങ്കിൽ എല്ലാവരും ഹെൽത്തി കുട്ടി വിത്തൗട്ട് ചായ നെയ്യപ്പവും. ഇതിന്റെ വീഡിയോ വിത്തൗട്ട് ചായ നെയ്യപ്പവും. പിന്നെ ഒരു ഉണ്ണിക്കണ്ണനെ ഇതേപോലെയാണ് ചേട്ടൻ ക്യാമറ. ഇതല്ല ഇതേപോലെയാണ് ക്യാമറ. എടാ, നമ്മള് നമ്മ വീട്ടിൽ ചായയിൽ വന്നിട്ട് ചായ കുടിച്ച് ഇനി അടുത്ത് കോംബോ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ പൈസ ശ്രീലയ ചേച്ചി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ശ്രീലയ ചേച്ചി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അവിടെ കോംബോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കോംബോ കഴിച്ചിട്ട് പോയത്. ആ പോണെങ്കിൽ പോ. ഇത് കോംബോയുടെ കൂടെ കിട്ടിയ മിന്റ് കട്ടനാണ്. അത് വിഷ്ണു കൊടുക്കണം. ശ്രീലയ ചേച്ചിയാണ് നമുക്ക് വേണ്ടി കോംബോ ഓർഡർ ചെയ്തത്. അപ്പൊ 79 രൂപ ശ്രീലയ ചേച്ചി കൊടുക്കുന്നതാണ്. 3 കോംബോ ഒന്നല്ല, 3 79 3. അത് ശ്രീലയ ചേച്ചി കൊടുക്കുന്നതാണ്. വീഡിയോ എടുത്തോണ്ടിരിക്കണം എന്ന് പറഞ്ഞ് കല്യാണം ശ്രീലേഖ കല്യാണം ആയിട്ടുണ്ട്. ശ്രീലേഖ വെഡ്സ് വേറെ ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട്. അവിടെ എഴുതി ചേർക്കാം ഒരു ഡാഷ്. തരുണാണ് പുള്ളിയുടെ പേര്. അല്ല, എനിക്ക് ചേച്ചി മനസ്സിലായി. നമ്മളൊരു ദിവസം ബ്രെഡ് റെഡി ആയിരുന്നു. ഒരു പീസ് കിട്ടുമോ? ഇത് അവിടെ വെച്ചാറാ എവിടെ പോയി? മറ്റേ ഇതെടുക്കുന്നത് കോംബോ ആയിട്ടുണ്ട്. പോയുടെ അജീഷ് അനുചേട്ടൻ ഉള്ളതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് നടന്നു പോകും. റെക്കോർഡ് ഓഫ് ചെയ്ത് അനുചേട്ടൻ റെക്കോർഡ് ഓഫ് ചെയ്ത് പടം കാണിച്ചു. എടുത്തോ ഭാരതി എടു. അവന് ബാക്കി വണ്ടി ഇന്നലെ നിങ്ങളൊരു വീഡിയോ എടുത്തില്ലേ? കൊണ്ടുവരണ വീഡിയോ എടുത്തില്ല. എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോ ചേച്ചിയുടെ ചിലവാണ്. ചേച്ചിക്ക് ചെലവെന്ത്?
എടേ പശുവില്ലാതെ ഏതോ കിട്ടിയടാ ഇതൊക്കെ ഒന്നും കിട്ടി. ഇതെന്തോ ടെക്നിക്ക് കുറവാ ഞാനൊരു 6 ലക്ഷം രൂപയുടെ ഗോൾഡ്, ഒരു 6 ലക്ഷം രൂപയുടെ ഗോൾഡ് അവിടെ കൊടുത്ത് മെൽറ്റ് വെച്ചിട്ട് ഒരു 12 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചു. അമ്മേ 6 കൊടുത്ത് 12 വാങ്ങി. എന്റെ ലക്ഷ്യം എന്താണ്? എല്ലാവരും ഇതേപോലെ പറഞ്ഞ് കാണിക്കാനാണ്. ഞാൻ ഓണത്തിന് പോയി 12 ലക്ഷം ചേട്ടാ 2 ബ്രെഡ് കൂടെ. സ്വർണ്ണക്കടയിലടാ. അവരെന്നോട് പറഞ്ഞു അവർക്ക് 3 ജ്വല്ലറി, ഒരു കൺസ്ട്രക്ഷനും ഇത് ഉണ്ട്. തനി പത്തരമായിട്ട് തങ്കമാണിത്. I know. കണ്ടോ, ഇതൊക്കെ കണ്ടോ? 1 2 3 അതെ 50 രൂപ 50 രൂപ